പിറ്റേ ദിവസം ദക്ഷ നിവിക്കായി കുറച്ച് കുപ്പിവളകൾ കൊണ്ടുവന്നു. നിനക്ക് കുപ്പിവള ഇവിടുന്ന? എനിക്ക് ഒത്തിരി ഇഷ്ടാ. കുപ്പിവള മാത്രമല്ല, സ്ഥിരം കഴിക്കുന്ന എൻ്റെ ഫേവറേറ്റ് നാരങ്ങ മിഠായി ഉണ്ട്. നിവി നാരങ്ങ മിഠായി വിടർന്ന കണ്ണുകളോട് നോക്കി. എപ്പോൾ നോക്കിയാലും നാരങ്ങ മിഠായി തന്നെ അല്ലോ, നിനക്ക് മടുക്കില്ലേ? എനിക്കൊരുപാട് ഇഷ്ടമാണ്. അച്ഛൻ പറയാറുണ്ട്, ഞാൻ വയറ്റിലായിരുന്നപ്പോൾ അമ്മയ്ക്ക് നാരങ്ങ മിഠായി കഴിക്കാൻ കൊതിയായിരുന്നെന്ന്. ഇന്നത്തെ മിഠായി ഞാൻ മേടിച്ചല്ല. പിന്നെ ദക്ഷി പുറത്തേക്ക് ചൂണ്ടി പറഞ്ഞു. ഡേ, ആ ചേട്ടനാ. ദക്ഷി പറഞ്ഞ ധ്രുവിനെയാണെങ്കിലും നിവി നോക്കിയപ്പോൾ ധ്രുവൻ എന്തോ ആവശ്യത്തിന് തിരിഞ്ഞു കണ്ടതും മഹിയാണ്. നീ എന്തിനാ ആ ചേട്ടൻ്റെ അടുത്ത് മേടിച്ചത്? ആ ചേട്ടൻ തന്നു, ഞാൻ മേടിച്ചു, അത്രയേ ഉള്ളൂ. മോശമായി പോയല്ലോ. ഒരു മോശവുമില്ല. ദക്ഷിയുടെ ചേട്ടനാണെന്നുള്ള കാരണം കൊണ്ട് തന്നെ സ്നേഹിക്കരുതെന്നുള്ളത് കൊണ്ടാണ് ധ്രുവ് ദക്ഷിയുടെ സഹോദരനാണെന്നും ദക്ഷി പരിചയപ്പെടുത്താത്തത്. ദക്ഷി ഓരോ സാധനങ്ങൾ കൊണ്ടുകൊടുത്തുകൊണ്ടേയിരുന്നു. നിവി വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ വേണ്ടെന്ന് പറയുമ്പോഴും അവളുടെ മനസ്സ് അനുവദിച്ചില്ല. പക്ഷെ ആ സാധനങ്ങൾ കാണുമ്പോൾ മഹിയുടെ മുഖോർമ്മ വരുമായിരുന്നില്ല, മറിച്ച് മറ്റെന്തോ ആയിരുന്നു. പക്ഷേ അവൾ കരുതിയത് അതൊക്കെ മഹി കൊടുക്കുന്നതാണെന്ന്. ദക്ഷി, നീ ഇങ്ങനെ എന്നും മിഠായി ചേട്ടൻ്റെ അടുത്ത് മേടിച്ചുകൊണ്ട് വന്ന ആ ചേട്ടൻ എന്ത് കരുതും? നിനക്ക് ആ ചേട്ടന് ഇഷ്ടമാണെന്ന് കരുതും. ദക്ഷി, ആ ചേട്ടൻ്റെ മുഖം എൻ്റെ മനസ്സിൽ വരില്ല. പക്ഷെ നിന്റെ കയ്യിൽ കൊണ്ടുവരുന്ന സാധനങ്ങളോട് കൊതിയായോണ്ടല്ല, മറിച്ച് അത് വേണ്ടെന്ന് പറയുമ്പോൾ മറ്റാർക്ക് വേദനിക്കുന്ന പോലെ. പക്ഷെ അപ്പോഴാ ചേട്ടൻ്റെ മുഖമല്ല ദക്ഷി. നീ കൂടുതൽ ആലോചിച്ച് തല പോയിക്കേണ്ട. ധ്രുവും മഹിയും ഒരു ക്ലാസ്സിലായിരുന്നു. അത്ര കൂട്ടല്ലെങ്കിലും പുറത്തേക്ക് പോകുമ്പോൾ എല്ലാവരും ഒത്താ പോകുന്നത്. അതുകൊണ്ട് തന്നെ ദക്ഷി ധ്രുവിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാം അവൾ ശ്രദ്ധിക്കുന്നത് മഹിയെയാണ്. നിവി ഒരു ദിവസം വൈകിട്ട് വീട്ടിലേക്ക് പോവുകയായിരുന്നു. ധ്രുവ് പുറകെ വരുന്നുണ്ട്. അവൾ അതൊന്നും ശ്രദ്ധിച്ചില്ല. ധ്രുവിനെ കുസൃതി തോന്നി. സൈക്കിൾ നല്ല സ്പീഡിൽ കൊണ്ടുവന്നു. അവളുടെ യൂണിഫോമിൽ ചെളി തെറിപ്പിച്ചു. ശരിക്കും അവൻ്റെ ഉദ്ദേശം അവളുടെ മുഖം കാണാനായിരുന്നു. അവൻ മുന്നോട്ടേക്ക് സൈക്കിൾ നിർത്തി തിരിഞ്ഞു നോക്കി. അവൻ നോക്കുമ്പോൾ കവിളൊക്കെ വീർപ്പിച്ച് അവനെ തന്നെ കൂർപ്പിച്ച് നോക്കുന്ന നിവിയാണ് കണ്ടത്. കണ്ണ് കണ്ടൂടെ? കാണാം, പിന്നെ എന്തിനെ മെത്ത് തെളി തെറിപ്പിച്ച്? തോന്നിയിട്ട് നിവിക്കാകെ നല്ല ദേഷ്യമായി. പുറത്തെമ്മാടി. അത്രയും പറഞ്ഞ നിവി ധ്രുവിന്റെ മേത്ത് ചളി വാരിയെറിഞ്ഞു. ഡി, ധ്രുവ് ഒരു അലറലായിരുന്നു. അതിനു മുന്നേ നിവി വീട്ടിലേക്ക് ഓടിയിരുന്നു. ധ്രുവ് ഉറക്കെ വിളിച്ചു പറഞ്ഞു, നിന്നെന്റെ കയ്യിൽ കിട്ടും. നിവി ഓടുന്നിടയ്ക്ക് വീണ്ടും ഉറക്കെ പറഞ്ഞു, പുറത്തെമ്മാടി. ധ്രുവ് പുഞ്ചിരിയോടെ അവൾ ഓടുന്നത് നോക്കി നിന്നു. പിറ്റേ ദിവസം ഗ്രൗണ്ടിൽ നിന്ന് ഫുട്ബോൾ കളിക്കുകയായിരുന്നു. മഹിയും ധ്രുവും ഫ്രണ്ട്സും. ദക്ഷിയും നിവിയും അതിൽ ഓഫീസ് റൂമിലോട്ട് പോവുകയായിരുന്നു. മഹിയുടെ ഊയമായിരുന്നു. മഹി പന്തടിച്ചതും നിവിയുടെ പുറത്തേക്ക് വീണു. അന്നത്തെ ആ നിമിഷമാണ് എല്ലാവരുടെയും ജീവിതം മാറിയത്. പന്ത് വന്ന് നിവിയുടെ പുറത്ത് വീണതും നിവി അമ്മ എന്നൊരു വിളി വിളിച്ചിരുന്നു. അവളുടെ കർണത്താണ് വീണത്. അപ്പോഴേക്കും അവളുടെ അടുത്തേക്ക് എല്ലാവരും ഓടി വന്നിരുന്നു. പക്ഷേ അപ്പോഴേക്കും ധ്രുവ് മഹിയുടെ ഷർട്ടിൽ പിടിച്ചു. മഹി ഒന്ന് ആഞ്ഞുപോയി. പ്രതീക്ഷിക്കാത്ത നീക്കമായതുകൊണ്ട് മഹിയാകെ പകച്ച പോലെയായി. ധ്രുവിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ധ്രുവ് മഹിയുടെ കർണത്തേക്ക് ആഞ്ഞിടിച്ചു കൊണ്ടിരുന്നു. അപ്പോഴേക്കും കുട്ടികളുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് മാറി. നിവി അങ്ങോട്ടേക്ക് കവിളിൽ കൈവച്ച് തന്നെ പോയി. നോക്കുമ്പോൾ ധ്രുവ് മഹിയെ തറയിലിട്ട് ഇടിക്കുന്നതാണ് കണ്ടത്. ആരും പറഞ്ഞിട്ടും ധ്രുവ് മാറുന്നുണ്ടായിരുന്നില്ല. നിർത്താൻ അവൾ ഉറക്കെ പറഞ്ഞതും ധ്രുവ് ഇടിക്കുന്നത് നിർത്തിയിട്ട് അവളെ നോക്കി. എന്താടി? നിവി വേഗം പോയി മഹിയെ താങ്ങി എഴുന്നേൽപ്പിച്ചു. ധ്രുവിന് നല്ല ദേഷ്യമുണ്ടായിരുന്നു. ഇയാൾക്ക് എന്താ ഭ്രാന്താണോ? എന്തിനാ ചേട്ടൻ അടിക്കുന്നേ? അതെ, എനിക്ക് ഭ്രാന്ത. നിനക്കെന്താടി അതിന്? ഇവനെ അടിച്ച നിനക്ക് എന്തിനാടി നോവുന്നേ? നിന്റെ മുഖത്ത് അവന് ബോർഡടിച്ചപ്പോ ഇത്രയും നൊന്തില്ലേ? ധ്രുവ് വീണ്ടും അവനെ അടിക്കാൻ കൈയോങ്ങിയതും നിവി കണ്ണിലിറക്കി അടിച്ചുറക്കെ പറഞ്ഞു, ഇല്ല, നൊന്തില്ല. എന്റെ പേരിൽ ആ ചേട്ടനെ അടിക്കണ്ട. അതെന്താടി? എനിക്ക് നൊന്ത ഇയാൾക്കെന്താ? ഇയാൾക്ക് ദേഷ്യം വരുന്ന കാര്യെന്താ? ഇനിയും ഞാൻ അവൻ ഇടിക്കും. ധ്രുവര് പൂരുകാളയെ പോലെ നിന്നു. ശരിക്കും അവൻ എന്താണ് പറയുന്നതെന്ന് അവന് പോലും അറിയുമായിരുന്നില്ല. ഇനി തൊടാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ സ്നേഹിക്കുന്ന ചേട്ടനായത്. ഞാൻ സമ്മതിക്കില്ല തൊടാൻ. അവൾ അങ്ങനെ പറഞ്ഞതും ധ്രുവ് സ്തംഭിച്ചു പോയി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വരാൻ തുടങ്ങിയതും ദക്ഷി വേഗം നിവിയുടെ അടുത്തേക്ക് ചെന്നു. നിവി, ഐ എം സോറി. ഇതെൻ്റെ ചേട്ടനാ എൻ്റെ മേത്ത് വീഴുന്നെങ്കിലോ എന്ന് കരുതിയ ചേട്ടൻ ദേഷ്യപ്പെട്ടത്. സോറി നിവി. നിവി ആകെ അമ്പരന്ന് പോയി. ദക്ഷയുടെ ചേട്ടനാണോ താൻ ഇത്രയും കുതിരി സംസാരിച്ചെന്ന് ഓർത്തു.
അവൾ തലയിൽ കൈവച്ച് പോയി. മഹി ലോകം കീഴടക്കിയ സന്തോഷത്തോടെ നിവിയെ നോക്കി. ധ്രുവ് നിവിയെ നോക്കിയിട്ട് അവിടെ നിന്നും പോയി. സ്കൂളിൽ പാട്ടായി. അടിയുടെ കാര്യം നിവിക്കാകെ ഭ്രാന്ത് പിടിച്ച പോലെയായി. അവൾ തലയിൽ കൈവച്ചിരുന്നു. ദക്ഷ അവളുടെ അടുത്തേക്ക് വന്നു. കവിളിൽ മരുന്നൊക്കെ തേച്ചു കൊടുത്തു. എന്നോടൊന്നും തോന്നരുത് ദക്ഷി, ഞാൻ അറിയാതെ. സാരില്ല, അപ്പോഴത്തെ ദേഷ്യത്തിനല്ലേ. പിന്നെ മഹി ഇഷ്ടമാണോ നിനക്ക്? എനിക്കറിയില്ല, അവൾ വിമ്മി വിമ്മി പറഞ്ഞു. അവളല്ലെന്ന് തീർത്ത് പറഞ്ഞെങ്കിൽ എന്ന് ദക്ഷി ആഗ്രഹിച്ചു പോയി. ധ്രുവാകെ ഭ്രാന്ത് പിടിച്ച് നടന്നു. സ്കൂളിൽ സാറുമാരറിഞ്ഞു. അവനെ സ്കൂളിൽ നിന്നും ഡിസ്മിസ് ചെയ്തു. അവനതൊന്നും ഒരു വിഷയമായിരുന്നില്ല. മറിച്ച് അവൾ മഹി ഇഷ്ടമാണെന്ന് പറഞ്ഞതാണ് സഹിക്കാൻ കഴിയാത്തത്. പക്ഷേ അവളുടെ ഇഷ്ടം അതാണ്, നടക്കട്ടെ. അവസാനമായി അവളൊന്ന് കാണണമെന്ന് അവൻ ഉറപ്പിച്ചു. സ്കൂളിലേക്ക് പോയി. അതിനിടയിൽ വെച്ച് മഹി നിവിയെ കണ്ട് സോറി പറഞ്ഞു. പിന്നെ അവന് ഇഷ്ടമാണെന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമാണെന്നെല്ലാം പറഞ്ഞു. അവളോട് സന്തോഷത്തിൽ സംസാരിച്ചു. പക്ഷെ നിവിക്ക് അപ്പോഴും അവന് ഉൾക്കൊള്ളാൻ സാധിക്കുമായിരുന്നില്ല. ധ്രുവ് സ്കൂളിലേക്ക് TC മേടിക്കാൻ വന്നു. കൂടെ മഹാദേവനുണ്ടായിരുന്നു. ഇന്റർവ്യൂ ആകുന്നവരെ ധ്രുവ് കാത്തിരുന്നു. സ്കൂൾ അധികൃതർ ധ്രുവിനെ തുടർന്ന് പഠിക്കാൻ സമ്മതിച്ചെങ്കിലും ധ്രുവ് അവിടെ നിൽക്കാൻ കൂട്ടാക്കിയില്ല. കാരണം അത്രയും വേദനയായിരുന്നു അവൻ്റെ മനസ്സിലും. ധ്രുവ് നിവിയോട് സംസാരിക്കണമെന്ന് പറഞ്ഞിരുന്നു. അത് ദക്ഷി പോയി നിവിയോട് പറഞ്ഞു. നിവിക്കാകെ പേടിയായിരുന്നു. ധ്രുവ് ഗ്രൗണ്ടിൽ സ്റ്റെപ്പിലിരിക്കുന്നുണ്ടായിരുന്നു. നിവി അവൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നു. നിവി തലകുനിച്ച് തന്നെ നിന്നു. തെറ്റ് ചെയ്ത് പിടിക്കപ്പെട്ട കുഞ്ഞിനെ പോലെ. ധ്രുവ് ദൂരേക്ക് നോക്കി പറഞ്ഞു, ഞാൻ പോകുക നിവേദ്യ. ഞാൻ കാരണം വല്ല വിഷമുണ്ടായെങ്കിൽ സോറി. അത് പിന്നെ മഹേട്ടനെ അടിച്ചോണ്ട് ഞാൻ അങ്ങനെ. മഹേട്ടൻ സാരില്ല, മഹയോട് ഞാൻ സോറി പറഞ്ഞിട്ടുണ്ട്. നിവിയുടെ മുഖത്ത് നല്ല കുറ്റബോധമുള്ളതായി അവന് തോന്നി. കാർമികം കൊണ്ട് മൂടിയതുപോലെയാണ് മുഖം. ധ്രുവിനെക്കുറിച്ച് ഓർത്ത് ഒരു വിഷയമോ കുറ്റബോധമോ അവളുടെ മനസ്സിലുണ്ടാകരുതെന്ന് അവന് തോന്നി. അതുകൊണ്ട് കണ്ണിലിറുകി അടച്ചു. ഒരു ചെകുത്താൻ്റെ ഭാവം മുഖത്തേക്ക് കൊണ്ടുവന്നു. നിവേദ്യ, നീ കാരണം ഞാൻ ഈ സ്കൂൾ വിട്ടിറങ്ങുന്നു. നീ കാരണം എല്ലാം നടന്നത്. എല്ലാവരുടെയും മുന്നിൽ എന്നെ ഒരു കുറ്റക്കാരനാക്കിയ നിന്നെ ഞാൻ വെറുതെ വിടില്ല. എത്ര വർഷം കഴിഞ്ഞാലും നിന്നെ എൻ്റെ കയ്യിൽ തന്നെ കിട്ടും. അന്ന് തരും ഞാൻ ഇട്ടിൻ്റെ പണി. ധ്രുവിൻ്റെ പെട്ടെന്നുള്ള മാറ്റം കണ്ട് നിവി വീഴ്ച പോയി. അതേസമയം തന്നെ അവളുടെ മുഖം ദേഷ്യത്താൽ കൂർത്തു. നീ ഈ ജന്മത്തിൽ എന്നെ ഇനി കാണരുതെന്ന് പ്രാർത്ഥിച്ചു. കണ്ട പിന്നെ നിന്റെ അന്ത്യമാകും. പൂട്ടടി നിവേദ്യ. അത്രയും പറഞ്ഞ് ധ്രുവ് തിരിഞ്ഞു നടന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. തന്നെക്കുറിച്ച് മോശമായി തന്നെ അവളുടെ മനസ്സിലിരുന്നോട്ടെ. തന്നെക്കുറിച്ച് ഓർത്തുള്ള കുറ്റബോധമോ വിഷമമോ ഒന്നും വരാതിരിക്കട്ടെ. അവൻ ആ സ്കൂളിൻ്റെ ഗേറ്റ് കഴിയുന്നതും അവൾ നോക്കി നിന്നു. ദക്ഷി ധ്രുവാണ് ഓരോന്ന് മേടിച്ചു കൊടുത്ത് നിവിയോട് പറഞ്ഞില്ല. പിന്നെ മഹി നിവിയോട് അടുത്തു. ധ്രുവ നാട്ടിൽ നിന്നും തന്നെ പോയി. ആരോട് സംസാരിക്കാതെയായി. ആരുമായി സഹകരണമില്ല. ദക്ഷയോട് മാത്രം അവൻ്റെ നിവേദ്യയെക്കുറിച്ച് ചോദിക്കും. ഉത്തരം കിട്ടിയ പിന്നെ മൗനമാണ്. അവൻ്റെ അവസ്ഥ സഹിക്കാൻ വയ്യാതെയായി. ഇനി നിവിയെക്കുറിച്ച് താൻ വഴിയൊന്നും അറിഞ്ഞ് വേദനിക്കേണ്ടത് കരുതി നിവി മഹിയുടെ കയ്യിൽ സുരക്ഷിതയാണെന്ന് കരുതി സ്കൂൾ പഠനം കഴിഞ്ഞതും ദക്ഷിയും ആ നാട്ടിൽ നിന്നും മാറി. പിന്നെ ഒരുപാട് നാൾ നീറി കഴിഞ്ഞു. പല നാടുകൾ പല മുഖങ്ങൾ. പക്ഷെ നീ മാത്രം എന്നിൽ നിന്നും മാങ്ങി. പക്ഷെ നീ മാത്രം എന്നിൽ നിന്നും മാഞ്ഞില്ല. എൻ്റെ മനസ്സിൽ നിന്നും മാഞ്ഞില്ല. ധ്രുവ് പഴയ കഥകൾ പറഞ്ഞു കഴിഞ്ഞു. നിവിയെ നോക്കി. ഒരു പൊടിക്ക് പോലും ചാനലിലായിരുന്നു നിവിക്ക്. സ്തംഭിച്ചിരിക്കുന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതൊഴിച്ചാൽ അവളുടെ കണ്ണ് പോലും ഒന്ന് ചിമ്മുന്നുണ്ടായിരുന്നില്ല. ധ്രുവ് അവളുടെ തോളിലേക്ക് തട്ടി. പക്ഷെ അവൻ പ്രതീക്ഷിക്കാതെ അവൾ അവനെ മുറുകെ പിടിച്ച് കരഞ്ഞു. അവളെ ഇത്രയും ജീവനായി അവൻ സ്നേഹിക്കുന്നുണ്ടോ എന്നവളുടെ മനസ്സ് നേറി. അവനെക്കുറിച്ച് തെറ്റിദ്ധരിച്ചതോർത്ത് വിഷമം വന്നു. എന്തൊക്കെയോ അവനോട് പറയണമെന്നുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. അവൾ അവൻ മുറുകെ നെഞ്ചിൽ ചേർത്ത് പിടിച്ചു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ധ്രുവ അവളെ ഉയർത്തി അവളുടെ മുഖം കയ്യിൽ കോരിയെടുത്തു. കെട്ടിലെന്ന് ഉറപ്പിച്ചെടുത്ത് നിന്നെ ദൈവം തന്നത് എനിക്ക് നിന്നെ. ഈ ധ്രുവ് നിന്നല്ലാതെ ഒരു പെണ്ണിനെ ആഗ്രഹിച്ചിട്ടില്ല. ഇനി ആരും ഒരു തരി മണ്ണ് പോലും നിന്റെ ദേഹത്തിടാതെ ഞാൻ നോക്കിക്കോളാം. വിട്ടുകൊടുക്കൽ ഒരു കഴുകനും. എന്ത് വന്നാലും ഞാൻ നിനക്കൊപ്പം ഉണ്ടാകും. സുഖത്തിനും സന്തോഷത്തിനും, എന്തിന് പ്രതികാരത്തിന് പോലും. നിവി അവൻ്റെ കണ്ണുകളിൽ നോക്കി തന്നെ ഇരുന്നു. ആ കണ്ണുകളിൽ
അവനോടുള്ള അഗാധമായ പ്രണയമാണ്. ആ പ്രണയത്തിൻ്റെ ആയങ്ങളിൽ അവളുടെ കണ്ണുകൾ കുരുങ്ങിയിരുന്നു. അവൻ അവളെ വീണ്ടും നെഞ്ചിലേക്ക് പൊതിഞ്ഞു. അവൻ്റെ മുഖത്തൊരു പുച്ഛച്ചിരി വിരിഞ്ഞു. ധ്രുവാത്മ, നീ എൻ്റെ പെണ്ണിനെതിരെ കരു നീക്കിയപ്പോൾ ഒന്നും മറന്നു. അവളുടെ സുരക്ഷാ കവചം ഈ ധ്രുവദക്ഷാണെന്ന്. എന്നെ മറികടന്ന് ഇവളുടെ മനസ്സിൽ പോയിട്ട് നിധിയുടെ മുടിയിൽ തൊടാൻ പോലും സാധിക്കില്ല. എൻ്റെ പെണ്ണിൻ്റെ പേരാലോചിച്ചപ്പോലും ഭയക്കുന്ന അവസ്ഥയിലെത്തിക്കും ഞാൻ. കുറേ നേരം അങ്ങനെ തന്നെ ഇരുന്നു. കടൽ തീരത്ത് 2 പേരും കുറച്ച് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി. ധ്രുവിൻ്റെ മുഖം അപ്പോഴും മങ്ങി തന്നെ ഇരുന്നു. നിവിയുടെ മുഖത്ത് എന്തോ പ്രത്യേക തിളക്കം പോലെ. ധ്രുവ് നേരെ റൂമിലേക്ക് പോയി. നിവി ദക്ഷയോടെല്ലാം പറയാൻ വേണ്ടി ഓടി. സോറി നിവി, ചേട്ടൻ പറഞ്ഞതുകൊണ്ട് ഞാനൊന്നും പറയാതിരുന്നത്. എൻ്റെ ചേട്ടൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എന്തിന്? ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയെന്ന് ഞാൻ ഒരിക്കൽ ചോദിച്ചു. അച്ഛനെ അമ്മയെന്ന് ആയിരിക്കുന്ന ഞാൻ കരുതി. പക്ഷെ ഞാൻ ആ ചോദ്യം ചോദിച്ചപ്പോഴേക്കും ഏട്ടൻ്റെ കണ്ണ് നിറഞ്ഞു. പാവം, എൻ്റെ ഏട്ടൻ്റെ ഒരേ ശബ്ദത്തിൽ പറഞ്ഞത് നിവേദി എന്നായിരുന്നു. അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു, ഇത്രയും വർഷമായിട്ടും നീ ആ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നെന്ന്. ഒരിക്കൽ ഏട്ടനാ പറഞ്ഞത് നാട്ടിൽ വന്ന് നിന്നെ കാണാനെന്ന്. ഞാൻ കാണാൻ വന്നു. അപ്പോഴും മനസ്സിലായത് ചേട്ടൻ എന്തിനാ നിൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞെന്ന്. നിന്റെ കാര്യങ്ങൾ ഞാൻ ഏട്ടനോട് പറയുമ്പോൾ ചേട്ടൻ്റെ കണ്ണുകൾ നിറഞ്ഞു. പിന്നെ ഒട്ടും വൈകിക്കാതെ ഏട്ടൻ തന്നെ പറഞ്ഞു, ഇനി നീ ജീവിക്കേണ്ടത് അവിടെയെല്ലാം ഏട്ടനൊപ്പം ഇവിടെയാണെന്ന്. നിനക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കില്ലെന്നറിയാവുന്നത് കൊണ്ടാ ഏട്ടനിൽ നിന്നും അകലം പാലിച്ചത്. പക്ഷെ ഒന്നറിയാവോ നിവി, നിന്റെ ഏട്ടൻ സ്നേഹിക്കുന്നത്രയും വേറെ ആർക്കും സ്നേഹിക്കാൻ ആർക്കും സാധിക്കില്ല. നിവി വിടർന്ന കണ്ണുകളോട് കേട്ടുകൊണ്ട് നിന്നു. തന്നെ ഇത്രയും സ്നേഹിക്കുന്ന ഒരാൾ ഈ ഭൂമിയിലുണ്ടായിരുന്നിട്ടും തൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്നിട്ടും താൻ അറിഞ്ഞില്ലല്ലോ. അവൾ സ്വയം ആലോചിച്ചു. നിവി, നിനക്ക് എൻ്റെ ഏട്ടനെ ഇപ്പം ഇഷ്ടമായില്ലേ? നിവി വിടർന്ന കണ്ണുകളോടെ നിറഞ്ഞ പുഞ്ചിരിയോടെ പറഞ്ഞു. ദക്ഷി, നിനക്കറിയാവോ, നിന്റെ ഏട്ടൻ എൻ്റെ ജീവന എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ധ്രുവദക്ഷ ഒരുപാട് സ്നേഹിക്കുന്നു. നിവി, അത്രയും സ്നേഹം ഞാൻ ഇങ്ങനെ കണ്ടില്ലെന്ന് നടിക്കുന്നു. എൻ്റെ ജീവന, ഈ നിവേദിയുടെ ജീവന ദക്ഷ. നിവി വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. കരയുന്നു ചിരിക്കുന്നെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. നിവി തറയിലിരുന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു, ദക്ഷനെ സ്നേഹിക്കുന്നു എന്ന്. ആ അവസ്ഥ ദക്ഷയുടെ കണ്ണുകൾ നിറപ്പിക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് ദക്ഷയുടെ വാതിലിന് പുറത്ത് നിൽക്കുകയായിരുന്നു ധ്രുവ്. അവൻ കണ്ണുകൾ അമർത്തി തുടച്ചു. റൂമിലേക്ക് പോയി. ധ്രുവ പെൻഡ്രൈവ് ഷെൽഫിൽ സീക്രട്ട് അറയിൽ വെച്ചു. ധ്രുവാത്മ, നന്നാകാൻ സമ്മതിക്കില്ലല്ലേ? എല്ലാം നിർത്തി സമാധാനമായി കുടുംബമായി ജീവിക്കാനും നീ സമ്മതിക്കില്ലല്ലേ മഹാദേവ? നിന്റെ ഇഷ്ടം അങ്ങനെയാണേ അത് തന്നെ നടക്കട്ടെ. ധ്രുവ് വീണ്ടും കളത്തിലേക്ക്. അവൻ പുച്ഛത്തോടെ ഷെൽഫ് അടച്ചു. എന്നിട്ട് പോയി ഫ്രഷായി വന്നു. അന്ന് ശരിക്കും നിവി റൂമിലേക്ക് വന്നതേയില്ല. എല്ലാവരോടും ധ്രുവ് പ്രണയിച്ച കഥ പറയുകയായിരുന്നു. വാത്തൂരാതെ നിഷ്കളങ്കതയോടെ ഓരോന്ന് പറയുന്നത് എല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരുന്നു. എന്തോ ലോകം കീഴടക്കിയതുപോലെ അവൾ ഓരോന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമായിരുന്നു. ധ്രുവ ഹാളിൽ വന്നപ്പോൾ കേൾക്കുന്നുണ്ടായിരുന്നു ദക്ഷിന് എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നതൊക്കെ. ധ്രുവ നെറ്റിച്ചുളിച്ചു. ഹാളിലേക്ക് പെട്ടെന്ന് ചെന്ന് കാണുന്നതും മഹാദേവിനോട് കഥ പറയുന്ന നിവിയാണ്. ഇത് അവൾ പോയി എല്ലാവരോടും പറഞ്ഞു എന്ന രീതിയിൽ ധ്രുവ തലയിൽ കൈവച്ചു പോയി. ഡീ! ധ്രുവിൻ്റെ അലർച്ച കേട്ട് നിവി ഞെട്ടി നോക്കി. ദേഷ്യത്തോടെ നോക്കുന്ന ധ്രുവിനെ കണ്ടതും നിവിക്ക് മനസ്സിലായി അച്ഛനോട് പറഞ്ഞെല്ലാം കേട്ടെന്ന്. നിവി ഒന്ന് ഇളിച്ചു. ധ്രുവ അവളുടെ അടുത്തേക്ക് വന്നു. ഞാനൊരു അർജൻറ്റ് വർക്കായിട്ട് പോവുക, വരുമ്പോൾ വൈകും, കാത്തിരിക്കേണ്ട, ചിലപ്പോൾ വെളുപ്പംകാലാകും. നിവിയുടെ മുഖം ഇരുണ്ടു. ഞാൻ പോയിട്ട് വരാം. നിവി ശരിയെന്ന് തലയനയ്ക്ക്. അവൻ യാത്ര പറഞ്ഞിറങ്ങി. പക്ഷെ അപ്പോഴേക്കും നിവിയുടെ ഫോണിൽ വാട്സപ്പിൽ മെസ്സേജ് വരുന്നുണ്ടായിരുന്നു. വീഡിയോസ്, ഫോട്ടോസ് എല്ലാം. ഫോൺ എടുക്കുന്ന നിമിഷം അവൾ തകർന്നു പോകുന്നുറപ്പായിരുന്നു. അയക്കുന്നവന് അവൾ കണ്ടോ എന്ന അക്ഷമതയോടെ ഫോണിൽ അവൻ നോക്കിയിരുന്നു. ധ്രുവ് മീറ്റിംഗ് കഴിഞ്ഞ് നോക്കിയപ്പോൾ നിവിയുടെ ഒരുപാട് മിസ്ഡ് കോൾ ഉണ്ടായിരുന്നു. ഫോൺ സൈലൻ്റ് ആക്കിയ നിമിഷത്തെ പഴിച്ചു. അവൻ തിരിച്ചു വിളിച്ചു. ദക്ഷയാണ് ഫോൺ എടുത്തത്. ഹലോ, എന്താ മോളെ? നിവി കുറേ വട്ടം വിളിച്ചുകൊണ്ടിരിക്കുവാണല്ലോ. ഏട്ടാ, ഞാനാ ചേട്ടനെ വിളിച്ചത്. അവളുടെ ഫോണിൽ നിന്ന് നിവിക്ക് പെട്ടെന്ന് ജന്യ വന്നു. നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കുവാ. ധ്രുവ് കേട്ട പാതി കേൾക്കാത്ത പാതി പുറത്തേക്ക് ഓടി.
ഒരു പ്രശ്നം തീരുമ്പോ അടുത്ത പ്രശ്നം വരികയാണല്ലോ എന്നവൻ ഓർത്തു. ഹോസ്പിറ്റലിന്റെ മുന്നിൽ വണ്ടി പാർക്ക് ചെയ്തു. സെക്യൂരിറ്റിയുടെ കയ്യിൽ വണ്ടിയുടെ താക്കോലും എറിഞ്ഞു കൊടുത്തിട്ട് വണ്ടി പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്യണോ എന്ന് പറഞ്ഞ് അവൻ ഹോസ്പിറ്റലിൻ്റെ അകത്തേക്ക് ഓടി. റിസപ്ഷൻ ചെന്ന് തിരക്കിയപ്പോൾ സ്റ്റാഫ് പറഞ്ഞു സെക്കൻഡ് ഫ്ലോറിൽ ICUവിലാണ് നിവിയെന്ന്. അവൻ വേഗം അങ്ങോട്ടേക്ക് ഓടി. ലിഫ്റ്റ് ചെന്ന് കുത്തായപ്പോൾ ലിഫ്റ്റ് 6ാം ഫ്ലോറിൽ കിടക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ധ്രുവ് സ്റ്റെപ്പ് കയറി ICUവിലേക്ക് ഓടി. അവൻ്റെ വെപ്രാളവും പരവേശവും എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ധ്രുവ് ICUവിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ദക്ഷയും മഹാദേവനും ശ്രീദേവി അമ്മയും പ്രിയയും ഉണ്ടായിരുന്നു. അമ്മേ, എന്താ പറ്റി? അറിയില്ല മോനെ. സന്തോഷത്തോടെ ചിരിച്ചു കളിച്ചിരുന്ന കുട്ടിയാ. റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞു പോയി. കുറേയായിട്ടും കാണാത്തതുകൊണ്ട് ഫുഡ് കഴിക്കാൻ ദക്ഷി വിളിക്കാൻ പോയതാ. ചെന്നപ്പോൾ കട്ടിൽ വായനുരയും പതയും വന്ന് അനക്കില്ലാതെ കിടക്കുന്നു. ധ്രുവാകെ മരവിച്ച അവസ്ഥയിൽ കസേരയിലിരുന്നു. അപ്പോഴേക്കും വിഷ്ണുവും വന്നു. വിഷ്ണുവിനോട് ദക്ഷിയെല്ലാം പറഞ്ഞു. അവനും ആകെ വിഷമിച്ചിരുന്നു. ഡോക്ടർ പുറത്തേക്ക് വന്നു. എല്ലാവരുമായി ചോദിച്ചു, ഇതിനു മുന്നേ കുട്ടിക്ക് ഇതുപോലെ വന്നിട്ടുണ്ടോ? പ്രിയ വേഗം വിഷ്ണുവിനെ നോക്കി അവനോട് ചോദിച്ചു, മോന് വിഷ്ണു, ഇതിനു മുന്നേ നിവിക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടോ? എനിക്കറിയില്ല, വിഷ്ണു തലകുനിച്ച് പറഞ്ഞു. അവന് സ്വയം പുച്ഛം തോന്നി. ഡോക്ടർ, വന്നിട്ടുണ്ട്. ഇതിനു മുന്നേ നിവിക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. എല്ലാവരും അവൻ അമ്പരന്ന് നോക്കി.